കെൽപ്പാമിലെ അഴിമതിയെക്കുറിച്ചുള്ള മാതൃഭൂമി ന്യൂസ് വാർത്തയെ തുടർന്ന് ചെയർമാന്റെയും MD-യുടെയും കസേര തെറിച്ചു. അഴിമതി ആരോപണം നേരിടുന്ന ചെയർമാനെ പുറത്താക്കിയപ്പോൾ MD-യെ നീക്കിയത് CPM-ന്റെ പ്രതികാര നടപടി എന്നാണ് ആക്ഷേപം. വ്യവസായ വകുപ്പിലെ തന്നെ 2 ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് പകരം ചുമതല. അതേസമയം അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. പുറം ലോകം അറിയാതെ പൂഴ്ത്തിവെച്ച അഴിമതിയുടെ കള്ളക്കണക്കുകളാണ് മാതൃഭൂമി ന്യൂസ് തുറന്നുകാട്ടിയത്. മണിക്കൂറുകൾക്കുള്ളിൽ ഇടപെടൽ. 2 കോടിയുടെ തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയ കെൽപ്പാം ചെയർമാൻ എസ് സുരേഷ് കുമാറിനെ നീക്കി. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷാണ് ഉത്തരവിറക്കിയത്. എന്നാൽ വ്യവസായ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അഴിമതി കണ്ടെത്തിയ മാനേജിംഗ് ഡയറക്ടർ SR വിനയകുമാറിനെയും മാറ്റി. ഇത് CPM നേതാവ് കൂടിയായ സുരേഷ് കുമാറിനെതിരെ റിപ്പോർട്ട് നൽകിയതിലുള്ള പ്രതികാര നടപടിയെന്നാണ് ആക്ഷേപം. കോടിയേരി ബാലകൃഷ്ണന് മരണാനന്തരം അർഹിച്ച യാത്രയയപ്പ് നൽകിയില്ല എന്ന് പറഞ്ഞതു മുതൽ CPM-ന്റെ കണ്ണിലെ കരടാണ് കോടിയേരിയുടെ ഭാര്യ സഹോദരൻ കൂടിയായ SR വിനയകുമാർ. അദ്ദേഹത്തെ നീക്കിയ തീരുമാനത്തിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പുയരാൻ സാധ്യതയുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ CPM നെയ്യാറ്റിൻകര ഏരിയ കമ്മിറ്റിയും യോഗം വിളിച്ചു. കെൽപ്പാം ചെയർമാന്റെ ചുമതല വ്യവസായ വകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആനി ജൂല തോമസ് IAS-നും മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതല കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ CEO സൂരജിനുമാണ്. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.